റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ആശങ്കയായി എലിപ്പനി പടരുകയാണ്. രോഗം ബാധിച്ച് ഈ മാസം മാത്രം മരിച്ചത് 30 പേരാണ്. ഈ വർഷം സെപ്റ്റംബർ 24 വരെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 156 പേർ. രോഗലക്ഷണം കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി സ്വാന്തന സജു നമുക്കൊപ്പം. സ്വാന്തന സജു, എലിപ്പനിയുടെ ആശങ്ക പടരുകയാണല്ലോ, മരണനിരക്ക് ഉയരുന്നത് എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്? മുൻകരുതലുകൾ, നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? സുജയ, അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ എലിപ്പനി കൂടി സംസ്ഥാനത്ത് പടരുന്നു എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ സുജയ, ഈ മാസം മാത്രം എലിപ്പനി ബാധിച്ച് ജീവൻ നഷ്ടമായത് 30 പേർക്കാണ് എന്നുള്ളതാണ്. ഈ വർഷം, അതായത് ഈ കഴിഞ്ഞ ബുധനാഴ്ച വരെ എലിപ്പനി ബാധിച്ച് ഈ ഒരു വർഷം മാത്രം മരിച്ചത് 156 പേരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കണക്ക്. കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം എലിപ്പനി ബാധിച്ച ആളുകളുടെ എണ്ണത്തിന് വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2455 പേർക്കാണ് ഈ ഒരു വർഷം മാത്രം സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ചിരിക്കുന്നത്. അതിൽ 23 പേർക്ക് ഏറ്റവും അവസാനമായി രോഗം ബാധിച്ചത് ഒരു ദിവസം 23 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ, ഈ മരണനിരക്ക് കൂടി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നതിനിടെയാണ് ഒരു മാസം മാത്രം 30 പേര് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണം. പ്രത്യേകിച്ച് ഈ അഴുക്ക് ചാലുകളിലോ മലിനമായ ജലത്തിലോ ഒന്നും ഇറങ്ങാതിരിക്കാൻ എല്ലാവരും സൂക്ഷിക്കണമെന്നുള്ള ഒരു കാര്യം കൂടി ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ അടക്കം ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. ഇല്ലാത്ത പക്ഷം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. മരണനിരക്ക് ഉയരുകയാണ്.